ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ സാമൂഹ്യ പ്രതിബദ്ധത വേണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ആദ്യമായിട്ട്. അല്ലാതെ നമ്മൾ ഒരു അതിൻ്റെ ഗുണമോ ദോഷമോ, നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയത്തിനെതിരെയോ അല്ലെങ്കിൽ ഒരു മതത്തിനെതിരെയോ ഒന്നും അല്ലല്ലോ. ഇവിടെ ആരും അത് പറയുന്നുമില്ല, പറഞ്ഞിട്ടുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ ഇന്ന മതം മോശം ഇന്ന നല്ലെന്നൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. നമ്മൾ അനീതിക്കെതിരെയുള്ള ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഒരു നിയമമല്ല വരിക. സിമ്പിൾ. ഞാൻ എന്തുകൊണ്ട് നിൽക്കുന്നു, ഞാൻ ആലോചിക്കുന്ന എല്ലാവർക്കും ഒരു നിയമമാണ് വരിക. അല്ലാതെ നിങ്ങളുടെ സ്ഥലം വഖഫ് ബോർഡായാലും ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരാൾ ഇത് എൻ്റെ സ്ഥലമാണെന്ന് പറയുന്നത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അയാൾക്ക് അത് പ്രൂവ് ചെയ്യാൻ എന്താ സാറിന് ചെയ്യേണ്ടത്? സാധാരണ മനുഷ്യന്മാരുടെ കേസിലാണെങ്കിൽ ഇതൊരു കോടതിയിലല്ലേ പോകാം. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ സ്ഥലം, മറ്റോ പറയുന്നത് അയാളുടെ സ്ഥലം, അപ്പോൾ പിന്നെ കോടതി തീരുമാനിക്കട്ടെ. അങ്ങനെയാണല്ലോ വരിക. അപ്പോൾ അയാൾക്ക് അയാളെ സ്ഥലം എന്നുള്ളതിനൊരു തെളിവ് അവിടെ ആവശ്യമുണ്ട്. ഇതാണ്. പക്ഷേ ഈ നിയമം നോക്കൂ, തീർത്തും അനീതിയും തീർത്തും അധർമ്മവുമാണ്. അതായത് വഖഫ് ബോർഡ് എന്ന് പറയുന്ന അവർക്ക് ഒരു സ്ഥലം ഇത് ഞങ്ങളതാണ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പോകേണ്ടത് വഖഫ് ബോർഡിൻ്റെ ട്രൈബ്യൂണലിലാണ്. ഇത് തീർത്തും അനീതിയല്ലേ? കാരണം അയാൾ പറയുന്ന മൂന്നാളാണ് ഇത് നിങ്ങളതാണോ തീരുമാനിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ അവിടെ ചേട്ടാ എനിക്ക് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് എനിക്ക് സർക്കാർ തന്നാന്ന് പറയുമ്പോൾ ഇതിനൊന്നും ഒരു തെളിവില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഇതിലേക്ക് വന്നാൽ ഇത് വരുമോ എന്ന് പറയാൻ ഞാനിവിടെ ഒരാൾക്ക് എതിരെ അല്ലല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ 1995 ഒരു നരസിംഹറാവു മിനിസ്ട്രി ആണെന്ന് തോന്നുന്നു, അവർ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് വഖഫ് ബോർഡിന് ഒരു എക്സ്ട്രാ പവർ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു എക്സ്ട്രാ പവർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം ശരിയല്ല. ഇനി അതല്ല അത് നിയമപ്രകാരം ശരിയാണ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നു, ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടികളും നിയമസഭയിൽ 140 ആൾക്കാരും പറഞ്ഞു അമെൻമെൻറ്റിൻ്റെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ കേന്ദ്ര അമെൻമെൻറ്റ് കൊണ്ടുവന്നതാണ്. അതിവിടെ വേറൊന്നും ചെയ്യേണ്ട, അത് അതേപോലെ പാസ്സാക്കിയിരുന്നേ തന്നെ ഇവരടക്കം, ഇവർ മാത്രമല്ല, ഞാൻ ഇവരെ കാര്യം മാത്രമല്ല പറയുന്നു. അപ്പോൾ ഇത്രയും പേർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവേണ്ടതാണ്. പക്ഷേ അത് ഇവർ പാസ്സാക്കാതിരിക്കുമ്പോൾ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടുള്ള ഗെയിമാണ്. ഞാൻ പറയുന്നത് ഇതൊരു തുടക്കമാണ്. ഇതേപോലെ ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കണ്ണുനീര് നമ്മൾ ഇനി കാണാനുണ്ട്. അപ്പോൾ അതിനെതിരെ നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ ആളുകളോട് അവരെ കൂടെ നമ്മൾ ഉണ്ടെന്ന് പറയുന്നു. ഇത് ഒരാൾക്കെതിരെ അല്ലല്ലോ, ഇത്രയും നമ്മളിവിടെ പറയുന്നുള്ളൂ. മാത്രമല്ല ഇത് ഇതേപോലെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഏത് സ്ഥലവും ഇതേപോലെ ഒരാൾക്ക് പറയാം. മാത്രമല്ല ഇതിനി സീരിയസ്ലി, കാരണം സർക്കാർ അന്ന് രാജാവ് കൊടുത്തൊരു സ്ഥലം എങ്ങനെയാണ് വഖഫ് ബോർഡിൻ്റെ ആവുന്നത്? ഇനി അതല്ല വഖഫ് ബോർഡിൻ്റെ ആണെന്ന് തന്നെ വെച്ചോ. വഖഫ് ബോർഡിൻ്റെ ആണെങ്കിൽ ഞാൻ പറയുന്നു ഇവർക്ക് തിരിച്ച് 2 പേർക്കെതിരെ കേസ് വലിയാലോ. വഖഫ് ബോർഡിൻ്റെ സ്ഥലമാണെന്ന് ഇവർക്കറിയില്ലെങ്കിൽ ഇവർക്ക് കൊടുത്ത ഫറൂഖ് കോളേജിന് അറിയാലോ, ഇവർക്ക് ഫസ്റ്റ് കൊടുത്ത സിദ്ദിഖിന് അറിയാലോ. എങ്കിൽ അവർക്കെതിരെ ഇവർക്കും കേസ് ഫയൽ ചെയ്യാം. ഇവർ ഇന്ന് നേരിടുന്നതിൻ്റെ മുഴുവൻ കാര്യം ഇവർ അന്ന് പൈസ കൊടുത്ത് അവർ പുട്ടടിച്ചാണല്ലോ. ഇവരുടെ മുഴുവൻ ആളുകളുടെയും പുനരധിവാസം അവരുടെ ഇതിൽ റിസ്കിൽ വരും. ഇവർക്ക് അതിൻ്റെ ഔദാര്യത്തിൻ്റെ ആവശ്യമുണ്ട്. അവനോട് അവകാശപ്പെട്ട സാധനം ചേട്ടാ പ്ലീസ് തരും എന്നാണ് ഒരു തന്നെ ഉള്ളിൽ പോകേണ്ട ആവശ്യമില്ല. ഇവരെ അർഹിക്കുന്നുള്ളവർ ഇവർക്ക് കൊടുക്കണം. 1. 2, ഇവർക്ക് ഇവിടുത്തെ സർക്കാരിനെതിരെ കേസ് ഫയൽ ചെയ്യാം. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? ഞാൻ പറയുന്നു വഖഫ് എന്ന് പറഞ്ഞൊരു വാക്ക് അതിൽ വരുന്നുണ്ട്. അല്ലെ വഖഫിൻ്റെ സാധനമാണ്. വഖഫിൻ്റെ സാധനം എങ്ങനെയാണ് ഒരു രജിസ്റ്റർ ഓഫീസ് ഇവർക്ക് കൊടുക്കുക? വഖഫിൻ്റെ സാധനം എങ്ങനെയാണ് അവിടെ വീടുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ ഒരുത്തൻ കൊടുക്കുക? അത് എക്സ് കൊടുത്തോ വൈ കൊടുത്തോ അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് അൺഇമ്പോർട്ടൻ്റ് ആണ് സാർ. നിങ്ങൾക്ക് അർഹതപ്പെട്ട നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യട്ടെ. നിങ്ങളൊരു ഷോപ്പിൻ്റെ ലൈസൻസിന് വേണ്ടി കൊടുത്തു, ശരി, നിങ്ങൾ അവിടെ തുടങ്ങിക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നത് നിങ്ങൾ വിചാരിക്കും ABCD എന്ന് പറഞ്ഞ ഒരാളാണ് തന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ക്ലർക്കാണ്. ക്ലർക്ക് ABCD ഒന്നല്ല, സർക്കാർ തന്നു എന്നതിൻ്റെ അർത്ഥം. നാളെ ഒരു പ്രശ്നം വന്നാൽ ABCDക്കെതിരെയോ അല്ല അവൻ്റെ എന്തെല്ലാം സർക്കാർ അതിന് മറുപടി പറയണം. തെറ്റുണ്ടോ ഞാൻ പറഞ്ഞ്? ആരായാലും ഞാൻ പറയുന്നു, എഞ്ചിനീയർ ആയാലും ഡോക്ടർ ആയാലും കലക്ടർ ആയാലും സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്നവൻ സർക്കാരാണ്. ഇനി അപ്പോൾ സർക്കാർ എന്ത് ചെയ്യണം? നേരെ തിരിച്ച് സർക്കാരിന് ഒരാൾക്ക് പൈസ കൊടുക്കേണ്ട അവസ്ഥ വന്നു, സർക്കാർ കൊടുക്കുക. എന്നിട്ട് അവനിൽ നിന്ന് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിന്ന് സർക്കാർ മേടിക്കണം. അപ്പോൾ ഇത്രയും കാലം ഇവർക്ക് ഓരോ കാര്യം കൊടുത്തുമ്പോൾ അയാൾ എന്തുകൊണ്ട് വായിച്ചു നോക്കിയില്ല അത് വഖഫിനാണെന്ന്? അതിൻ്റെ ഉത്തരവാദിത്തം അയാൾക്കാണ്. അപ്പോൾ 2 രീതിയിലാണ് ഇവർ, ഞാൻ പറയുന്നു സാധാരണഗതിയിൽ ഇവർക്ക് കിട്ടേണ്ടതാണ്. ഇനി അതല്ല ഇത് വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞാൽ അവർ കഷ്ടപ്പെട്ട് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നേരെ ഇവർക്കെതിരെ ഫയൽ ചെയ്യുക. അത് ഞാൻ പറയുന്നത് അന്നല്ല ഫയൽ ചെയ്യേണ്ടത്, ഇന്ന് തന്നെ നിങ്ങൾ ഫയൽ ചെയ്ത് തുടങ്ങണം. വഖഫുമായി ബന്ധപ്പെട്ട കേസിൽ അവിടെ പോകണമെന്നേ പറയുന്നുള്ളൂ. ഇത് വഖഫുമായി ബന്ധപ്പെട്ടല്ല, ഞങ്ങളെ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ, അധികമൊന്നും പറഞ്ഞിട്ടില്ല.
ഐ ഡോണ്ട് കെയർ. പറയുന്നത് ശരിയാണെങ്കിൽ ഏത് നോക്കണം, ന്യായമാണ് ഏത് നായരെ മുഖത്ത് വയ്ക്കും പറഞ്ഞുകൂടെ, അതിലെന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? എത്രയും ഞാൻ വിചാരിച്ചു. താങ്ക് യു.